അട്ടപ്പാടി ഇടവാണി ഊരിൽ വീണ്ടും കരടിയെത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കരടി വീണ്ടും ഊരിലെത്തിയത്. 6 മാസം മുൻപ് ഊരിലെത്തി പ്ലാവിൽ അന്തി ഉറങ്ങിയിരുന്ന കരടിയെ വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നു. കരടി വീണ്ടും ഊരിലെ പ്ലാവിൽ സ്ഥിരതാമസമാക്കുമോ എന്ന പേടിയിലാണ് ഊരുകാർ. തത്സമയം കവിത ചേരുന്നു. കവിത, ഗുഡ് മോർണിംഗ്. ഈ കരടിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാളികൾ കുറച്ച് കൗതുകത്തോടെയും കുറച്ച് വാത്സല്യത്തോടെയൊക്കെ കണ്ട ഒരു ദൃശ്യമുണ്ട്. ഈ കരടിയെ ഓടിച്ചു വിടുന്ന സമയത്ത് ഒരു പഞ്ചസാര ഭരണിയൊക്കെ ഇങ്ങനെ ഇടുപ്പിൽ താങ്ങി വെച്ച് അളിയൻ ഓടിപ്പോകുന്നൊരു രംഗമുണ്ട്. വീട്ടിൽ കയറി കഴിച്ചതാവട്ടെ പഞ്ചസാരയും എണ്ണയും. ഇമാതിരി ചില കുൽസിത പ്രവർത്തികളൊക്കെ കാണിച്ച ആളാണെങ്കിലും അല്പം ഭയക്കേണ്ടതാണ് കരടിയെ എന്നാണ് വനം വകുപ്പ് അധികൃതരും ഈ വനത്തിനെ കൂടുതൽ അറിയുന്നവരും വന്യജീവിയെ അറിയുന്നവരും പറയുന്നത്. ഇനി എങ്ങാനും പ്ലാവിൽ സ്ഥിരതാമസമാക്കിയാലോ അതിനുള്ള എന്തെങ്കിലും നടപടികളൊക്കെ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നോ കവിത? അതേ മോത്തി, നമ്മളിപ്പോൾ കുറേ നാളായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ എന്ന് പറയുന്നത്. കൃഷി നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പലതരത്തിലുള്ള ഭയം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ കരടിയുടെ വാർത്ത നമ്മളൊരു 6 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇടവാണി ഊരിൽ, അതായത് അട്ടപ്പാടിയിൽ ഇടവാണി ഊരിലാണ് ഈ കരടിയെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത്. ആ ഊരിലെ ഒരു പ്ലാവിൽ സ്ഥിരതാമസമാക്കിയതിൻ്റെ പേരിൽ ആൾക്കാർ കണ്ടിട്ട് വനംവകുപ്പിനെ അറിയിക്കുകയും വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി വീണ്ടും ഈ കരടിയെ അതേ പ്ലാവിൽ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ കൗതുകമായിട്ട് തോന്നുന്നത്. അപ്പം ഈ കരടി ആ ഊര് വിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ആരെയും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നെങ്കിൽ പോലും ആൾക്കാർക്ക് സ്വമേധ ഒരു ഭയം ഉണ്ടാവുമല്ലോ, കരടി അവിടെ സ്ഥിരതാമസമാക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ട്. നമുക്കറിയാം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പോലും കരടിക്ക് വലിയ പേടിയൊന്നുമില്ല, കൂളായിട്ടിങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ സ്ഥിരതാമസമാക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും വനംവകുപ്പ് ഇതിനെ വീണ്ടും കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ നോക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ശരി കവിത.